ബിഗ് ബോസ് അപ്ഡേറ്റ്. അപ്പോൾ ഇന്നത്തെ ബിഗ് ബോസിൽ ഗസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി നമുക്ക് അറിയുന്ന കുറച്ച് ഗസ്റ്റുകളാണ്, വേറെ ആരുമില്ല. നമ്മുടെ സീസൺ 5 ഉണ്ടായിരുന്ന സാഗറും ജുനേസും അതുപോലെ തന്നെ ജോജു ചേട്ടനുമാണ്, ആക്ടർ ജോജു ആണ് വരുന്നത്. അപ്പോൾ ഇവർ പുതിയ മൂവിയുടെ പ്രൊമോഷനായിട്ട് വരുന്നതാണ് ബിഗ് ബോസിലേക്ക്. അപ്പോൾ നമുക്കിപ്പോൾ പ്രൊമോയിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്. ആക്ടിവിറ്റി ഏരിയയിൽ നമ്മുടെ കണ്ടസ്റ്റൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അതുവഴിയാണ് നമ്മുടെ ഗസ്റ്റുകൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പുതിയ മൂവിയായ പണിയുടെ പ്രൊമോഷനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അവർ വരുമ്പോൾ എപ്പിസോഡ് എങ്ങനെ ഉണ്ടാവും നമുക്ക് കാണാം. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോമിനേഷൻസ്. BB സീസൺ 6 ഫൈനൽ നോമിനേഷനാണ് ഇന്ന് നടന്നത്. അപ്പോൾ ഇന്ന് നടന്നതിൽ 7 പേര് നിലവിൽ നോമിനേറ്റഡ് ആയിട്ടുണ്ട്. 3 പേര് സേവ്ഡ് ആണ്. ജിൻഡോ, അർജുൻ, സിജോ എന്നിവരാണ് സേവ്ഡ് ആയിട്ടുള്ളത്. ഇതിൽ അർജുനും സിജോക്കും ഓരോ വോട്ട് വെച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ 2 വോട്ട് ഉണ്ടെങ്കിലേ അവർ നോമിനേഷനിലേക്ക് ആഡ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് അവർ നോമിനേഷനിൽ വരാത്തത്. ജിൻഡോനെ ആരും തന്നെ നോമിനേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ രാവിലെ മുതൽ നമ്മൾ കുറേ ന്യൂസസ് കേൾക്കുന്നുണ്ട്. ഋഷി, ജിൻഡോ, അർജുൻ, സിജോ എന്നിവർ സേവ്ഡ് ആണ്. ഈ 4 പേര് സേവ്ഡ് ആണ്. 6 പേര് മാത്രമേ നോമിനേഷനിലുള്ളൂ എന്നാണ് നമ്മൾ കേട്ടിരുന്നത്. അപ്പോൾ അത് ഫേക്ക് ന്യൂസ് ആണോ, അതെന്താ സംഭവം, നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടി കാത്തിരിക്കാം. എന്തായാലും അതിനൊരു ക്ലാരിഫിക്കേഷൻ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റൊന്നുമില്ല, ഇന്നലെയാണ് ഈ പറയുന്ന നോമിനേഷനും ഈ ഗസ്റ്റിൻ്റെ എൻട്രി എല്ലാം നടന്നത്. അപ്പോൾ ഇന്നാണ് അത് ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇന്നലത്തെ ഒരു ലീക്ഡ് അപ്ഡേറ്റ് പ്രകാരമാണ് നമുക്ക് ഇന്ന് ഋഷി സേവ്ഡ് ആണെന്ന് പറയാനുണ്ടായ കാരണം. അപ്പോൾ നമുക്ക് പിന്നീട് അറിയാൻ സാധിച്ചത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. അത് ഗസ്റ്റ് ആണോ കൊടുക്കുന്നത്, എന്തിൻ്റെ ബേസിലാണ് ആ ടാസ്ക് കൊടുക്കുന്നതെന്ന് നമുക്ക് ക്ലിയർ അല്ല. പക്ഷേ ഇവർക്കൊരു ടാസ്ക് കൊടുക്കുന്നുണ്ട്. ആ ടാസ്കിൽ ഋഷിയാണ് ജയിച്ചത്. അതിന് ഒരു പ്രൈസ് എന്നുള്ള രീതിയിലാണ് നോമിനേഷൻ ഫ്രീ ഋഷിക്ക് കിട്ടിയേ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അങ്ങനെയാണ് ഋഷി നോമിനേഷൻ സേവ്ഡ് ആയതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ടാസ്ക് എങ്ങനെയാണ്, ആ ടാസ്ക് ഉണ്ടാവും, അത് കറക്റ്റ് ആണോ എന്ന് നമുക്കറിയാൻ ഇനിയും ലൈവും എപ്പിസോഡൊക്കെ വരേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ ഇതിൽ ഏറ്റവും റിസ്ക്, അതായത് സിജോക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളൊരു നോമിനേഷനാണിത്. കാരണം ബാക്കിയുള്ള എല്ലാവരും നോമിനേഷനിൽ പോയി ഒന്നില്ലെങ്കിൽ എവിക്റ്റ് ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ട് അവിടെ സേവായി നിൽക്കുന്നുണ്ട്. അങ്ങനെ എല്ലാ പ്രേക്ഷകരുടെ ഒരു റിസൾട്ട് ഈ കണ്ടസ്റ്റൻസിന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ സിജോ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ഫസ്റ്റ് ആദ്യം അവിടെ ഉണ്ടായിരുന്ന ടൈമിൽ മാത്രം എനിക്ക് തോന്നുന്നു നോമിനേഷനിൽ വന്നപ്പോൾ സിജോ സേവ്ഡ് ആയിട്ടുണ്ട്. അല്ലാണ്ട് സിജോ നോമിനേഷനിൽ അങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ സിജോയുടെ പ്രേക്ഷകർ എത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, സിജോക്ക് എത്രത്തോളം വോട്ട് കിട്ടും, എത്ര പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ സിജോയ്ക്ക് അറിയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. അപ്പോൾ ഒരു പ്രേക്ഷകരുടെ വിധി എന്താണെന്ന് അറിയാൻ സാധിക്കാണ്ടാണ് സിജോ സ്റ്റിൽ അവിടെ നിൽക്കുന്നത്. അപ്പോൾ അത് സിജോക്ക് ഇനിയുള്ള വീക്കിൽ ഒരു റിസ്ക് ആയിട്ട് വരാൻ ചാൻസ് ഉള്ളൊരു സംഭവമാണ്. നല്ല കണ്ടസ്റ്റൻ്റ് ആയാലും മോശം കണ്ടസ്റ്റൻ്റ് ആയാലും എവിക്ഷൻ അല്ലെങ്കിൽ നോമിനേഷൻ ഫേസ് ചെയ്തിട്ട് വേണം കണ്ടിന്യൂ ചെയ്യാൻ. ഇപ്പോൾ സിജോ ഒരു ക്വാളിറ്റിയിലെ കണ്ടസ്റ്റൻ്റ് തന്നെയാണ്. പക്ഷേ പ്രേക്ഷകരുടെ സപ്പോർട്ട് സിജോക്ക് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയണം. എന്നാലേ സിജോ അവിടെ നിലനിന്നിട്ട് കാര്യമുള്ളൂ.